സ്ഥിരമായിട്ട് പനി പിടിച്ചെന്ന് വേണം പറയാൻ കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട്, അതായത് കിടക്കുന്നിടം വരെ വലിയ കുഴപ്പമില്ലായിരുന്നേ, വലിയ കുഴപ്പമില്ലെന്നല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇഞ്ചിയച്ചാറൊക്കെ വെച്ചിട്ട് കോട്ടോസിൽ പോയിട്ട് വാഴലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് രാത്രി ഏകദേശം ഒരു 11-11:30 ഉറങ്ങി. ഇപ്പം ഉറങ്ങുന്നിടം വരെ കുഴപ്പമില്ല. പക്ഷേ തിരുവോണത്തിനൊന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്ക് ഭയങ്കര പനി, കുഞ്ഞിനും പനി എനിക്കും പനി, എങ്ങനെ വന്നെന്ന് അറിയത്തില്ല കേട്ടോ. അന്നേരം ഇത് അവിട്ടത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അന്നേരത്തേക്കും ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ ഭയങ്കര മേത്തുവേദന എല്ലാമാണ്, ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇന്നലത്തെ ഫുഡെല്ലാം ഇരിപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാനാണെങ്കിൽ ഇങ്ങനെ പനി ആയാലുവേ പോയി രാവിലെ അങ്ങ് കുളിക്കോ അല്ലെ മേലെ കഴുകുകയോ എല്ലാം ചെയ്യും. ഇതിപ്പം ഞാൻ രാവിലെ പോയി മേലെ കഴുകിയിട്ടുണ്ട്, കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് ചൂടുവെള്ളം ചൂടാക്കിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് പനി കൂടുന്നത് പോലാണ്. അന്നേരത്തേക്ക് ആ കുഞ്ഞ് അവിടെ കിടന്ന് TV കാണുന്നുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല, ഇന്ന് സ്കൂളിൽ പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളിൽ വിട്ടിട്ടില്ല. സത്യം പറഞ്ഞ് ഗോതമ്പ് ദോശ കൊണ്ട് വേഗാത്ത പോലെയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ, കാരണം അങ്ങ് ഒട്ടും വയ്യ, ശരീരത്തിനൊക്കെ അങ്ങ് ഭയങ്കര വേദനയെ. അന്നേരത്തേക്ക് ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ വയ്യേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബാക്കി എല്ലാ ഫുഡും കഴിപ്പിച്ചങ്ങ് ശീലിപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മളിങ്ങനെ തന്നെയൊക്കെ നിൽക്കുമ്പോഴേ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും കറി കൂട്ടി വേണം നീ കഴിക്കാൻ അങ്ങനെയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി അവൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നോ. അതുകൊണ്ടാണ് ഞാൻ ഏതൊരു ഫുഡും അവനെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് അത്രയും ഒരു പണിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിനാണെങ്കിൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ നല്ല പനിയുണ്ട്, മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ അവന് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഞാനങ്ങനെ മരുന്നൊന്നും വാങ്ങത്തില്ല കേട്ടോ. അങ്ങ് പനി കൂടി അങ്ങ് ഒട്ടും വയ്യാത്തൊരവസ്ഥ വന്നാലേ ഞാൻ എനിക്കായിട്ട് മരുന്ന് വാങ്ങത്തുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും കുറച്ച് ഇഞ്ചിയച്ചാർ എടുക്കുന്നുണ്ട്. എന്തായാലും ഇഞ്ചിയച്ചാർ വെച്ചത് കാര്യമായി, കാരണം ഇഞ്ചിയച്ചാറും കൂട്ടി കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുക, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ. അന്നേരം ഞാനും ആണെങ്കിൽ കുറച്ച് ഇഞ്ചിയച്ചാറും കൂട്ടി പെട്ടെന്ന് കഴിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അന്നേരം ഭയങ്കര ശരീരവേദനയൊക്കെയാണ്, ഞാനൊരു ഡോളോടെ ഗുളിക എടുത്ത് കഴിക്കുമായിരുന്നേ. എനിക്കങ്ങനെ ആശുപത്രിയിൽ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന ഗുളിക എടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോയി കിടക്കുമായിരുന്നു. ഞങ്ങൾ ഈ കിടക്കുന്ന റൂമിൽ തന്നെയാണ് TV വെച്ചിരിക്കുന്നത്. അന്നേരം പാക്കിക്കാണ് ഞാൻ TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവനാണ് അത് നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ പോയി കിടന്ന് എനിക്ക് ഒട്ടും ഇരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഞാൻ അവനോട് അടങ്ങി കിടക്കുന്നതാണ് എന്നിട്ട് പറയുന്നത്.